അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ ഉപ്പാന്റെ 2 മക്കളും ഹാഫിളാണ്. ഒരാൾ ഇതാണ്, മറ്റൊരാൾ ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മാനസിക രോഗമൊക്കെ ബാധിച്ചിട്ട് അദ്ദേഹം വീട്ടിലാണ്. ഏകദേശം 69 വയസ്സുള്ള ഈ ഉപ്പ ജനിച്ച നാള് മുതൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുക, തൻ്റെ മക്കളുമായിട്ട് ആ വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അതാണ്. പക്ഷേങ്കിൽ ആ ഒരു വീടിനായിട്ട് ഈ നാട് കഴിയുന്ന രീതിയിലൊക്കെ പരിശ്രമിച്ച് ഇന്ന് ആ വീട് ഒരു പാതി ഒരവസ്ഥയിൽ ഇങ്ങനെ. ഹോസ്പിറ്റലിന്റെ ഓണർ അബ്ബാസ് സാഹിബ് അവർക്ക് സ്ഥലം നൽകി, വീട് നാട്ടുകാരൊക്കെ കൂടി സഹായിച്ച് പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇനി ഏകദേശം 10 ലക്ഷം രൂപ കൂടിയിട്ട് അതിന് കണ്ടെത്താണ്. എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നിങ്ങളുടെയൊക്കെ സക്കാത്തിന്റെ വിഹിതം ഉണ്ടാവും. നമ്മൾ നോക്കുമല്ലോ, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തെ, 2 ഹാഫിളായിട്ടുള്ള 2 മക്കളും അതുപോലെ തന്നെ ഈ ഉപ്പയും അടങ്ങുന്ന ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം ഈ കുടുംബത്തിന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വീട് എന്ന് പറയുന്ന അവരുടെ സ്വപ്നം പൂവണിയും. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ നാട്ടിലുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. ഒരു 10 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുഹമ്മദ് ആസാദ് ഫാമിലിയാണ്. ഞാൻ 8 കൊല്ലം മതപഠനം നടത്തി. 8 കൊല്ലത്തോളം ഷാബുക്കയുടെ മഹലിൽ ജോലി ചെയ്ത, വയൽക്കരയിൽ ജോലി ചെയ്ത ആളാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ഉപ്പയാണ്. ഞാൻ ചെറുപ്പം മുതലേ വാടക വീട്ടിൽ കഴിയുന്ന ആളാണ്. ജ്യേഷ്ഠൻ സുഖമില്ല. ഇൻഷാ അല്ലാഹ് വീട് എന്നത് വലിയൊരു സ്വപ്നം തന്നെയാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹകരണം. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ മുപ്പത്തറം എരമം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞതുപോലെ ഒരുപാട് മക്കൾക്ക് ഇൽമ് പകർന്നു നൽകിയ 2 ഹാഫിളായ ഉസ്താദുമാരൊരു കാര്യമാണ് കമ്പനിക്കാൻ കൊണ്ടുവരുന്നത്. കിടക്കാനൊരു വീടില്ലാത്തൊരു മനുഷ്യൻ, തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഈ ഉസ്താദന്മാർക്ക് എന്ത് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീട് പണി തുടങ്ങി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തില് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിന്റെ ഒരു വിഹിതം ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ആരും കൈ ഒഴിയതെന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ്. കാരണം ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഹാഫിളീങ്ങളായ ഉസ്താദുമാർ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് അവരെ വിഷമം പറയുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാവരും ഏറ്റെടുക്കണം, സഹായിക്കണം. 10 ലക്ഷം രൂപയാണ് നമുക്കിനി ആവശ്യമുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് ഈ പാവപ്പെട്ടവരെ, ഈ ഉപ്പാനെയും അതുപോലെ തന്നെ ഉസ്താദിനും ഒക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നേരത്തെ ഫിറോസും അതുപോലെ PM പറഞ്ഞു തന്നെയാണ്. 8 വർഷത്തോളമായി ഉസ്താദ് എൻ്റെ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ്. വളരെ അർഹതപ്പെട്ട കുടുംബമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായ സഹായം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് വിഷയത്തിൻ്റെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീട് പണി എവിടെയും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിലാണ് അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സ്ഥാപനം നൽകി ഇതിൻ്റെ പ്രസിഡന്റ് ഞാനാണ്. ഈ കുഞ്ഞോമക്കാട് വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞ്, സലാം പറഞ്ഞ്, ഇനി തുറച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇതിൽ വേണ്ടപ്പെട്ട എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുക. ഈ റമദാൻ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് കഴിയുന്ന സഹായം ഇതിലേക്ക് വേണ്ടി തരാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ വാർഡ് മെമ്പറാണ്. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗവുമാണ്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന സമയം മുതൽ ഇദ്ദേഹം വിവിധ വീടുകളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും നാട്ടുകാരെല്ലാം ചേർന്ന്, മഹലും ഉൾപ്പെടെയുള്ള അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി കുറേ കാലങ്ങളായിട്ടുള്ള പ്രയത്നത്തിലാണ്. എന്നാൽ അത് ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ പരിശുദ്ധ റമളാന്റെ ബർക്കത്ത് കൊണ്ട് ഇവരുടെ ഈ കാര്യങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു ഒരു ഫലം കാണുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.